നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ടോപ്പ് 10ലേക്ക് സ്വാഗതം. കേരളത്തിൽ SIR നാളെ മുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെയുള്ള ഈ നീക്കം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയോ കേരളം ആശങ്കപ്പെടേണ്ടതുണ്ടോ? എല്ലാം സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. നടൻ, മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി, പ്രിയപ്പെട്ട മമ്മൂക്ക. വെൽഡൺ ബോയ്സ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മഞ്ഞുമ്മൽ ബോയ്സ്. മികച്ച ചിത്രവും സംവിധായകനും ഉൾപ്പെടെ 11 പുരസ്കാരങ്ങൾ. മികച്ച നടൻ മമ്മൂട്ടി, നടി ഷംല ഹംസ, ടൊവിനോ തോമസ്, ആസിഫ് അലി, ജ്യോതിർമയി, ദർശന രാജേന്ദ്രൻ എന്നിവർക്ക് പ്രത്യേക ജൂറി പുരസ്കാരം. ജനപ്രിയ ചിത്രം പ്രേമലു. KS ഹരിശങ്കർ മികച്ച ഗായകൻ, സബാറ്റോമി ഗായിക. പരിഷ്കരിക്കാൻ വീട്ടിലെത്തും. സംസ്ഥാനത്തെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് വിവരം തേടി BLOമാർ നാളെ മുതൽ വീടുകളിലെത്തും. ഡിസംബർ 4 വരെ വിവരശേഖരണം. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ മറ്റന്നാൾ വരെ അവസരം. പ്രചാരണത്തിന് തുടക്കമിട്ട UDF. തലസ്ഥാനത്ത് ജനകീയ വിചാരണ യാത്ര. കൊണ്ടും കൊടുത്തും പ്രചാരണം. ബീഹാറിൽ 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നാളെ കലാശക്കൊട്ട്. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമിത്ഷായും ഖർഗെയും പ്രിയങ്കയും ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ പ്രചാരണത്തിന്. അതിര് കടക്കരുത് ആ സ്നേഹം. പൊതുസ്ഥലങ്ങളിൽ നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ ഇടപെടലുണ്ടാകുമെന്ന് സുപ്രീം കോടതി. തെരുവ് നായ ശല്യത്തിൽ ഇടക്കാല ഉത്തരവ് വെള്ളിയാഴ്ച. ദേശീയ മൃഗക്ഷേമ ബോർഡിനെ കേസിൽ കക്ഷി ചേർത്തു. സംസ്ഥാനങ്ങളുടെ മറുപടി ക്രോഡീകരിച്ച് സമർപ്പിക്കാൻ അമിക്കസ് ക്യൂറിക്ക് നിർദ്ദേശം. സുരക്ഷയില്ലാത്ത യാത്രകൾ. വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് പരിക്കേറ്റ് ശ്രീകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. പെൺകുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ. വാതിൽക്കലിൽ നിന്ന് മാറാത്ത ദേഷ്യത്തിൽ ട്രാക്കിലേക്ക് ചവിട്ടിയിട്ടുവെന്ന് പ്രതി സുരേഷ് കുമാറിന്റെ കുറ്റസമ്മതം. വധശ്രമത്തിന് കേസെടുത്തു. മൊഴികളിൽ പാളരുത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം കമ്മീഷണറും പ്രസിഡന്റുമായ N വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. നടപടി അറസ്റ്റിലായ സുധീഷ് കുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റി SIT കസ്റ്റഡിയിൽ. മുൻകൂർ ജാമ്യാപേക്ഷയുമായി ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S ജയശ്രീ. ലക്ഷ്യം വികസനം. യുവാക്കളിലാണ് രാജ്യത്തിന്റെ ഭാവിയെന്നും വിദ്യാഭ്യാസത്തിലൂടെ ലോകത്തിനു മുന്നിൽ നേട്ടങ്ങൾ കൈവരിക്കണമെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. വികസിത ഭാരതമെന്ന പ്രധാനമന്ത്രിയുടെ ലക്ഷ്യത്തിലേക്കാണ് നമ്മുടെ യാത്രയെന്നും ഉപരാഷ്ട്രപതി. കേരള സന്ദർശനം തുടരുന്നു. സൂപ്പർ ടീം. വനിതാ ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ ടീമിന് അഭിനന്ദന പ്രവാഹം. 51 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് BCCI. ഫുട്ബോൾ ഇതിഹാസം മെസ്സി കേരളത്തിൽ വരുമെന്ന അവകാശവാദവുമായി വീണ്ടും കായിക മന്ത്രി അബ്ദുറഹ്മാൻ. പണി വരുന്ന വഴി. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് ഗൗരവകരമെന്നും കർശന നടപടി വേണമെന്നും സുപ്രീം കോടതി. രാജ്യത്ത് ഇതുവരെ 3000 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നെന്ന വിവരം ഞെട്ടിക്കുന്നതെന്നും കോടതി. സ്റ്റോറി ഓഫ് ദി ഡേ. മക്കളെ, മത്സരിച്ചു വളരുക. ബീഹാറിൽ നാളെയാണ് കലാശക്കൊട്ട്. ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി ഒരു ദിവസം ബാക്കി. കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് പ്രധാനമന്ത്രി ഇന്നും ഉയർത്തിയത്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ബീഹാറിനെ അപമാനിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതേസമയം പ്രധാനമന്ത്രിക്ക് മറുപടിയുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും പ്രിയങ്ക ഗാന്ധിയും രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ് മോദി സംസ്ഥാനങ്ങളിൽ എത്തുന്നതെന്ന് ഖർഗെ കുറ്റപ്പെടുത്തി.
ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട പരസ്യപ്രചരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. 121 സീറ്റിലേക്കാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ്. പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ നേതാക്കൾ തമ്മിൽ വാക്പോര് രൂക്ഷമാണ്. ബീഹാറിനെ ബിഡിയുമായി താരതമ്യം ചെയ്ത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അപമാനിച്ചെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വിദേശത്ത് കറങ്ങി നടക്കുകയും ഹലോവീൻ ആഘോഷിക്കുകയും ചെയ്യുന്നവർക്ക് രാമക്ഷേത്രത്തിൽ പോകാൻ ഇതുവരെ സമയം കിട്ടിയില്ലെന്നും ഛാത് പൂജയെ അടക്കം അവർ അപമാനിച്ചുവെന്നും മോദി കുറ്റപ്പെടുത്തി. രാഹുൽ ഗാന്ധി ഇന്നലെ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം മീൻ പിടിക്കാനിറങ്ങിയത് ചൂണ്ടിക്കാട്ടിയും പ്രധാനമന്ത്രി വിമർശനമുന്നയിച്ചു. മത്സ്യത്തൊഴിലാളികൾക്കായി മന്ത്രാലയം രൂപീകരിച്ചത് NDA സർക്കാരാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. वहां तो घर बनाने का काम तेजी से चल रहा है, लेकिन जहां कांग्रेस की सरकार है या कांग्रेस के साथियों की सरकार है, वो इस पूरी योजना को डिब्बे में बंद करके बैठ गए हैं. गरीबों के लिए घर बनने नहीं देते हैं. കോൺഗ്രസിനെ തോക്കിൻകുഴലിൽ നിർത്തിയാണ് RJD മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പദം നേടിയതെന്ന പ്രധാനമന്ത്രിയുടെ ആരോപണത്തിനെതിരെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ രംഗത്തെത്തി. പദവിക്ക് ചേർന്ന പരാമർശമല്ല ഇതെന്ന് ഖർഗെ പറഞ്ഞു. उनकी आदत है ऐसी बातें करना. कोई प्राइम मिनिस्टर आज तक ऐसी भाषा उपयोग किया? पंडित जवाहरलाल नेहरू हो या इंदिरा गांधी जी हो या लाल बहादुर शास्त्री हो, क्या ऐसा ही बोलते रहते? പ്രധാനമന്ത്രിയുടെ റാലികളിൽ പോലും നിതീഷ് കുമാറിനെ കാണാനില്ലെന്നും നിതീഷിനെ മുഖ്യമന്ത്രിയാക്കാൻ BJP ആഗ്രഹിക്കുന്നില്ലെന്നും ഖർഗെ കൂട്ടിച്ചേർത്തു. ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴെല്ലാം സംസ്ഥാനത്തെ അപമാനിച്ചുവെന്നാണ് മോദി പറയുന്നത്. അപമാന മന്ത്രാലയം രൂപീകരിക്കുകയാണ് മോദി ചെയ്യേണ്ടതെന്നായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ പരിഹാസം. മോദി ജി ജബ് പൂछो कहीं किसी देश में भ्रमण कर रहे हैं या फिर अपने अपमानों की गिनती गिना रहे हैं कि मुझे इसने अपमानित किया, उसने मुझे गाली दी, ऐसा कहा वैसा कहा. अरे भैया रोना बंद कीजिए. आप प्रधानमंत्री हैं, इस देश के प्रधानमंत्री हैं. देश रो रहा है, नौजवान रो रहे हैं, नौकरी मांग रहे हैं, रोजगार मांग रहे हैं, शिक्षा मांग रहे हैं, किसान मदद मांग रहे हैं और आप अपना रोना धोना कर रहे हैं. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും 3 റാലികളിൽ പങ്കെടുത്തു. മകനെ മുഖ്യമന്ത്രിയാക്കാനാണ് ലാലു പ്രസാദ് യാദവ് നടക്കുന്നത്. അതേസമയം മകനെ പ്രധാനമന്ത്രിയാക്കാനാണ് സോണിയാഗാന്ധി ശ്രമിക്കുന്നതെന്ന് അമിത്ഷാ പരിഹസിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വർക്കലയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും പെൺകുട്ടിയെ തള്ളിയിട്ട പ്രതി സുരേഷ് കുമാറിനെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. തിരുവനന്തപുരം ഫോർട്ട് ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്തിയതിനു ശേഷമാണ് പ്രതിയെ ഹാജരാക്കുക. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ദേവിക ചന്ദ്രം ചേരുന്നുണ്ട്. ദേവിക, ആദ്യം തന്നെ ഈ പെൺകുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? കാരണം ചികിത്സാ രീതികൾ ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഒപ്പം ഈ പ്രതിയെ ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്ന നടപടിക്രമങ്ങളും ഉണ്ടാകുമോ? തീർച്ചയായിട്ടും അമ്പിളി, ഈ പെൺകുട്ടിയുടെ തലച്ചോറിനാണ് നിലവിൽ ക്ഷതമേറ്റിട്ടുള്ളത്. തലച്ചോറിന് ക്ഷതമുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴും ഈ കുട്ടിയുടെ ജീവൻ നിലനിർത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ അതിദാരുണമായിട്ടുള്ള ഈ വാർത്ത നമ്മളിലേക്ക് എത്തുന്നത്. ഈ ട്രെയിനിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ വാതിൽക്കൽ നിന്ന് മാറിയില്ല എന്ന കാരണം ആരോപിച്ച് ഒരു മധ്യവയസ്കൻ മദ്യപിച്ച് ലക്കുകെട്ട് ഒരു പെൺകുട്ടിയെ, 19 വയസ്സ് മാത്രമുള്ള പെൺകുട്ടിയെ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് ചവിട്ടി തള്ളിയിടുകയായിരുന്നു. ആ വീഴ്ചയിൽ അതീവ ഗുരുതരമായി പരിക്കേറിയ കുട്ടിക്ക് പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും ഒക്കെ ഇടപെടലുണ്ടായിരുന്നു. ഇന്ന് ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ പ്രതികരിച്ചത് പെൺകുട്ടിക്ക് കിട്ടുന്ന ചികിത്സയെ തങ്ങൾ തൃപ്തരല്ല എന്നാണ്. അതിനുശേഷം ഈ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടായിട്ടുള്ള ഡോക്ടർ ജയചന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം വ്യക്തമാക്കിയത് ഈ തലച്ചോറിനാണ് നിലവിൽ പരിക്കേറ്റിട്ടുള്ളത്. തലച്ചോറിന് ക്ഷതമുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ന്യൂറോ വിഭാഗം അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ മികച്ച ചികിത്സ തന്നെയാണ് കുട്ടിക്ക് ഉറപ്പാക്കുന്നത്. ഈ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ തന്നെയാണ് ഈ ജീവൻ നിലനിർത്തുന്നത്. കാരണം അപകടനില ഈ കുട്ടി തരണം ചെയ്തു എന്ന് പറയാറായിട്ടില്ല. നിലവിൽ ഈ പ്രതി സുരേഷ് കുമാർ ഈ തമ്പാനൂർ റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. അല്പനേരം മുൻപ് ഈ പ്രതിയെ തിരുവനന്തപുരം ഫോർട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നു. അല്പസമയത്തിനകം മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ, ബട്ടൺ ഹില്ലിലുള്ള മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അമ്പിളി, എന്തായാലും നാളെയായിരിക്കും ഇത്തരത്തിൽ ഈ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം പ്രതിയെ റിമാൻഡ് ചെയ്യും. നാളെയായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലിന് വേണ്ടി കസ്റ്റഡി അപേക്ഷ നൽകുക.
ദേവിക ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ദേവിക സൂചിപ്പിച്ച പോലെ തന്നെ ഈ പെൺകുട്ടി അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയചന്ദ്രൻ പറഞ്ഞു. ന്യൂറോ ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളും ചേർന്നുള്ള മികച്ച ചികിത്സ തന്നെയാണ് നൽകുന്നത്. ചികിത്സയിൽ തൃപ്തിയില്ല എന്ന ആരോപണം എന്തുകൊണ്ട് നടത്തിയെന്നറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പേഷ്യന്റിന് ഉടൻ തന്നെ ഹോൾ ബോഡി CT സ്കാൻ, പിന്നെ എല്ലാവിധ പരിശോധനകൾ, വയറ്റിനകത്ത് ബ്ലീഡിംഗ് ഉണ്ടോ, പിന്നെ അൾട്രാസൗണ്ട് സ്കാൻ, രക്തം പരിശോധന എല്ലാം ഉടനെ യാതൊരു ഡിലേയും കൂടാതെ ഉടനെ ചെയ്തു. പഴുതടച്ച ചികിത്സ നൽകണം എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കർശനമായ നിർദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരം എല്ലാം ഉറപ്പുവരുത്തിയതിന് ശേഷം ന്യൂറോ സർജൻസ് എല്ലാവരും കണ്ടു. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് പ്രൈമറി ഇതിൽ കാണാൻ കഴിഞ്ഞത് പേഷ്യൻ്റെ ബ്രെയിനിനാണ് ഇഞ്ചുറി എന്നുള്ളതാണ് കാണാൻ പറ്റിയത്. പേഷ്യന്റിന് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം കമ്മീഷണറും പ്രസിഡന്റുമായ N. വാസുവിനെ ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം. ദേവസ്വം പ്രസിഡന്റായിരുന്ന N. വാസുവിന്റെ PAയും ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുമായിരുന്ന സുധീഷ് കുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. അതേസമയം കട്ടളയിലെ സ്വർണ്ണപ്പാളികൾ കടത്തിയ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി റാന്നി കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങി. SIT സംഘം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിനെ തുടർന്ന് ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ശബരിമല ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളികൾ ഉരുക്കി സ്വർണം പൂശിയ ശേഷം ബാക്കി വന്ന സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി വിൽപ്പന നടത്തിയ സംഭവത്തിൽ മുൻ ദേവസ്വം കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന N. വാസുവിന്റെ പങ്ക് സംബന്ധിച്ച് അറസ്റ്റിലായ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം N. വാസുവിനെ ചോദ്യം ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നേരിട്ടറിയില്ലെന്നും ബാക്കി സ്വർണം കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച മെയിൽ തിരുവാഭരണം കമ്മീഷണർക്കും എക്സിക്യൂട്ടീവ് ഓഫീസർക്കും കൈമാറുക മാത്രമാണ് ചെയ്തതെന്നുമാണ് N. വാസു നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. ചോദ്യം ചെയ്യലിൽ കൂടുതൽ നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടിയതായാണ് സൂചന. ഉന്നതരുടെ നിർദ്ദേശപ്രകാരമാണ് കാര്യങ്ങൾ ചെയ്തതെന്നായിരുന്നു അറസ്റ്റിലായ മുരാരി ബാബുവും സുധീഷ് കുമാറും അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. അതേസമയം ശ്രീകോവിലിലെ കട്ടിളയിലെ സ്വർണം കവർച്ച ചെയ്ത സംഭവത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി റാന്നി കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങി. 10-ാം തീയതി വൈകിട്ട് 5 മണി വരെയാണ് കസ്റ്റഡി കാലാവധി. കസ്റ്റഡിയിൽ വിടുന്നതിനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകൻ ശക്തമായി എതിർത്തു. അന്വേഷണത്തോട് സഹകരിക്കാൻ തയ്യാറാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതിനിടെ ദ്വാരപാലക ശില്പത്തിൽ നിന്നും ഉരുക്കി മാറ്റിയ സ്വർണം വിൽപ്പന നടത്തിയ വകയിൽ 15 ലക്ഷത്തോളം രൂപ കൈപ്പറ്റിയത് കൂടാതെ സ്പോൺസർമാരിൽ നിന്നും 70 ലക്ഷത്തോളം രൂപ ഉണ്ണികൃഷ്ണൻ പോറ്റി വാങ്ങിയതായി ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തെരുവ് നായ പ്രശ്നത്തിൽ വെള്ളിയാഴ്ച ഇടക്കാല ഉത്തരവിറക്കുമെന്ന് സുപ്രീം കോടതി. പൊതുസ്ഥലങ്ങളിൽ നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നത് നിയന്ത്രിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കും. സംസ്ഥാനങ്ങളുടെ മറുപടി ക്രോഡീകരിച്ച് സമർപ്പിക്കാൻ അമിക്കസ് ക്യൂറിക്ക് നിർദ്ദേശം. തെരുവുനായ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി സ്വമേധയാ എടുത്ത കേസാണ് ഇന്ന് പരിഗണിച്ചത്. പൊതുസ്ഥലങ്ങളിൽ നായകൾക്ക് ഭക്ഷണം നൽകുന്നത് ശ്രദ്ധയിൽപ്പെട്ടെന്നും ഇക്കാര്യത്തിൽ ഇടപെടൽ ഉണ്ടാകുമെന്നും കോടതി വ്യക്തമാക്കി. വിഷയത്തിൽ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ചീഫ് സെക്രട്ടറിമാർ സുപ്രീം കോടതിയിൽ ഹാജരായി. തെരുവുനായ്ക്കളുടെ ഭീഷണി തടയാൻ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് മറുപടി നൽകാത്തതിന് നിരുപാധികം മാപ്പ് പറഞ്ഞു. കേരളത്തിനായി തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകി. പശ്ചിമബംഗാൾ, തെലങ്കാന എന്നിവ ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർ ഹാജരാകണമെന്ന് നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത, NV അഞ്ജരിയ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. മൃഗക്ഷേമ ബോർഡിനെ കക്ഷിയാക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. കേസ് ഈ മാസം 7-ന് വീണ്ടും പരിഗണിക്കും. അന്ന് സംസ്ഥാനങ്ങളുടെ മറുപടി പരിശോധിച്ച് ഉത്തരവിറക്കുമെന്ന് സുപ്രീം കോടതി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. യുവാക്കളിലാണ് രാജ്യത്തിന്റെ ഭാവിയെന്നും വിദ്യാഭ്യാസത്തിലൂടെ ലോകത്തിനു മുന്നിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ യുവാക്കൾക്ക് കഴിയണമെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. വികസിത ഭാരതം എന്ന പ്രധാനമന്ത്രിയുടെ ലക്ഷ്യത്തിലേക്കാണ് നമ്മുടെ യാത്രയെന്നും ഉപരാഷ്ട്രപതി. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ വജ്രജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ 15ാമത് ഉപരാഷ്ട്രപതിയായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ കേരള സന്ദർശനം. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഹെലികോപ്റ്റർ മാർഗം കൊല്ലത്തേക്കെത്തി. ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ വജ്രജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായ അദ്ദേഹം തിരുവള്ളുവരുടെ വരികളിലൂടെ വിദ്യാർത്ഥി സമൂഹത്തിന് സന്ദേശം നൽകി. വിദ്യയാണ് ഏറ്റവും വലിയ സമ്പത്തെന്നും എല്ലാ കാര്യങ്ങളിലും സ്വയം നിയന്ത്രണത്തിലൂടെയും ചിട്ടയായ സമയക്രമത്തിലൂടെയും മുന്നോട്ടു പോകാൻ യുവതലമുറയ്ക്ക് കഴിയണമെന്നും ഉപരാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. We never follow the timetable after getting into the higher education. Timetable is to be followed till our death.
time has to be allocated for everything. Okay, you want to see social media, that also you allocate some time. Don't drown into the social media all the time. And my special appeal to you is for the youngsters that I am doing all my years in this social work. I am always against drugs. I am always against drinks. ചടങ്ങിൽ ബിഷപ്പ് പോൾ ആന്റണി മുല്ലശ്ശേരി അധ്യക്ഷനായി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി KN ബാലഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ കയർ എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ അംഗങ്ങളുമായും ഉപരാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തി. 2 ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ അദ്ദേഹം ഇന്ന് രാത്രി തിരുവനന്തപുരത്തെ രാജ്ഭവനിൽ തങ്ങിയ ശേഷം നാളെ ശ്രീചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലും സന്ദർശനം നടത്തും. അമൃത ന്യൂസ്, കൊല്ലം. 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച നടൻ മമ്മൂട്ടി ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റി എന്ന കഥാപാത്രമാണ് പുരസ്കാരത്തിന് അർഹനാക്കിയത്. മികച്ച നടിക്കുള്ള പുരസ്കാരം ഷംല ഹംസ സ്വന്തമാക്കി. ഫെമിനിച്ചി ഫാത്തിമയിലെ അഭിനയത്തിനാണ് പുരസ്കാരം. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ഉൾപ്പെടെ 10 അവാർഡുകളാണ് മഞ്ഞുമൽ ബോയ്സിന് ലഭിച്ചത്. അഭിനയത്തിനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം ടൊവിനോ തോമസ്, ആസിഫ് അലി, നടിമാരായ ജ്യോതിർമയി, ദർശന രാജേന്ദ്രൻ എന്നിവരും കരസ്ഥമാക്കി. മികച്ച നടൻ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി, പ്രിയപ്പെട്ട മമ്മൂക്ക. ചിത്രം ഭ്രമയുഗം. മികച്ച നടനുള്ള പുരസ്കാരം നമ്മുടെ സ്വന്തം മമ്മൂക്കയ്ക്ക് എന്ന് പറഞ്ഞായിരുന്നു മന്ത്രി സജി ചെറിയാൻ അവാർഡ് പ്രഖ്യാപനം നടത്തിയത്. ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റി എന്ന കഥാപാത്രമാണ് പുരസ്കാരത്തിന് മമ്മൂട്ടിയെ അർഹനാക്കിയത്. മികച്ച നടിക്കുള്ള പുരസ്കാരം ഷംല ഹംസ സ്വന്തമാക്കി. ഫെമിനിച്ചി ഫാത്തിമയിലെ അഭിനയത്തിനാണ് പുരസ്കാരം. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം മഞ്ഞുമൽ ബോയ്സിന് ലഭിച്ചു. മികച്ച സംവിധായകനുള്ള പുരസ്കാരം മഞ്ഞുമൽ ബോയ്സിന്റെ സംവിധായകൻ ചിദംബരം കരസ്ഥമാക്കി. ജനപ്രിയ ചിത്രത്തിനുള്ള പുരസ്കാരം പ്രേമലു നേടി. മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം ഫെമിനിച്ചി ഫാത്തിമ സംവിധാനം ചെയ്ത ഫാസിൽ മുഹമ്മദ് സ്വന്തമാക്കി. മികച്ച ഗാനരചനയ്ക്കുള്ള പുരസ്കാരം റാപ്പർ വേടൻ സ്വന്തമാക്കി. മികച്ച പിന്നണി ഗായകനായി ഹരിശങ്കറിനെയും ഗായികയായി സെബാട്ടോമിയെയും തെരഞ്ഞെടുത്തു. സുഷിൻ ശ്യാമാണ് മികച്ച സംഗീത സംവിധായകൻ. അഭിനയത്തിനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം ടൊവിനോ തോമസ്, ആസിഫ് അലി, നടിമാരായ ജ്യോതിർമയി, ദർശന രാജേന്ദ്രൻ എന്നിവരും നേടി. തൃശൂർ രാമനിലയത്തിൽ മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. ജൂറി അധ്യക്ഷൻ പ്രകാശ് രാജിന്റെ സാന്നിധ്യത്തിലായിരുന്നു പ്രഖ്യാപനം. പ്രാഥമിക ജൂറി കണ്ട് വിലയിരുത്തിയ ശേഷം തെരഞ്ഞെടുത്ത 38 ചിത്രങ്ങളാണ് അന്തിമ ജൂറിയുടെ പരിഗണനയിൽ വന്നത്. അമൃത ന്യൂസ്, തൃശൂർ. അവാർഡ് പ്രതീക്ഷിച്ചല്ല വേഷങ്ങൾ ചെയ്യുന്നത് എന്ന് മമ്മൂട്ടി. പുരസ്കാര നേട്ടത്തിൽ എല്ലാവർക്കും നന്ദിയും അറിയിച്ചു. മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാർ അവാർഡ് ലഭിച്ചതിലെ സന്തോഷം ഷംല ഹംസയും പങ്കുവച്ചു. എൻ്റെ കൂടെ പുരസ്കാരങ്ങൾ നേടിയ എല്ലാവർക്കും, ഇപ്പം എൻ്റെ കോ ആക്ടേഴ്സ് അല്ലെങ്കിൽ ആസിഫിനും ടൊവിനോയ്ക്കും കൺഗ്രാജുലേഷൻസ്. ഷംല ഹംസയ്ക്ക്, സിദ്ധാർത്ഥ് ഭരതൻ, സൗബിനും എല്ലാവർക്കും, അമൽ നീരദ് ടീമിന് അഭിനന്ദനങ്ങൾ, മഞ്ഞുമൽ ബോയ്സ് ടീമിന് അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും അവാർഡ് കിട്ടിയവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഒരുപാട് സന്തോഷം. ഞങ്ങൾ സിനിമയ്ക്ക് അവാർഡ് എന്തെങ്കിലുമൊക്കെ ഒരു കൺസിഡറേഷനിൽ ഉണ്ടാവുന്നുണ്ടായിരുന്നു. കാരണം IFFKക്ക് വന്നപ്പോഴും പിന്നെ സിനിമ റിലീസായപ്പോഴും നല്ല അഭിപ്രായങ്ങളാണ് എല്ലായിടത്തും കിട്ടിയത്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം എനിക്ക് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയതിൽ. എങ്ങനെ ഈ സന്തോഷം കൊണ്ടാടണം എന്നറിയാത്തൊരവസ്ഥയാണ്. എന്തുകൊണ്ട് മമ്മൂട്ടി എന്നുള്ള ചോദ്യത്തിന് താരപദവിയും പ്രതിച്ഛായയും മറന്ന് പകർന്നാടി എന്നായിരുന്നു ജൂറിയുടെ വാക്കുകൾ. പ്രത്യേക പരാമർശം നേടിയതിലുള്ള സന്തോഷത്തിലാണ് ആസിഫ് അലിയും ജ്യോതിർമയും ദർശനയും ഒക്കെ. തന്നെയാണ്. അങ്ങനെ എന്താ എടുത്ത് പറയേണ്ടതെന്ന് എനിക്കും അറിയില്ല. കാര്യം കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു നിന്നത്. ഇതിങ്ങനെ 3 പ്രാവശ്യം പോസ്റ്റ്പോൺ ചെയ്തു. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ഫൈനൽ ലിസ്റ്റിൽ മമ്മൂക്കയുടെ കൂടെ പേര് കണ്ടപ്പോൾ മുതൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാര്യം ഞാൻ ആഗ്രഹിച്ചതിൻ്റെ ഏറ്റവും പീക്കാണ് ആ കണ്ട നോമിനേഷൻ തന്നെ. അപ്പോൾ അത് ഇപ്പോൾ വന്നൊരു സ്പെഷ്യൽ മെൻഷനിൽ എത്തി നിൽക്കുക എന്ന് പറയുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ടുള്ള കരിയറിൽ മാത്രമല്ല എൻ്റെ പേഴ്സണൽ ലൈഫിലും ഭയങ്കര ഒരു ഫ്യൂല് തന്നെയായിരിക്കും ഇനി ഇപ്പോൾ ഈ കിട്ടിയ ഒരു അംഗീകാരം എന്ന് പറയുന്നത്. സന്തോഷം. എല്ലാം എനിക്കൊരു ബോണസ് ആയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കുറേ നാളിന് ശേഷം എനിക്കൊരു നല്ലൊരു പ്രൊജക്റ്റ് ചെയ്യാൻ
അവസരം കിട്ടി. അതിൽ ഇങ്ങനെ ഒരു റെക്കഗ്നിഷൻ കിട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു വലിയൊരു ബോണസ് തന്നെയാണ്, ഒരു വലിയൊരു അംഗീകാരമാണ്. എല്ലാവരോടും ഞാൻ നന്ദി പറയാണ്. വെരി ഹാപ്പി. ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല, ബട്ട് പാരഡൈസ് പോലത്തെ ഒരു പടത്തിന് ഇങ്ങനത്തെ അക്നോളജ്മെൻറ്റ് കിട്ടുന്നത് ഐ എം റിയലി ഹാപ്പി. പുരസ്കാരങ്ങളുടെ നിറവിലാണ് മഞ്ഞുമൽ ബോയ്സ്. ഒരു ചലച്ചിത്ര പുരസ്കാര നേട്ടത്തിലെ പ്രധാനപ്പെട്ട എല്ലാ അവാർഡുകളും കരസ്ഥമാക്കിയിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ്. മഞ്ഞുമൽ ബോയ്സുമായി സഹകരിച്ച് പ്രവർത്തിച്ച എല്ലാവരുടെയും പ്രയത്നമാണ് ഇത്രയധികം പുരസ്കാരങ്ങൾ കിട്ടാൻ കാരണമായതെന്ന് നടൻ സൗബിൻ ഷാഹിർ ഒപ്പം സ്വഭാവ നടനായി തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ സന്തോഷവും പങ്കുവച്ചു. പടത്തിന് ഉണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടായിരുന്നു, പക്ഷെ ഇത്ര അധികം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വളരെ സന്തോഷം. എന്തായാലും അജയനും ഷൈജുവിനും പിന്നെ ബാക്കിയുള്ള എല്ലാം കിട്ടിയിരിക്കുന്ന ബാക്കിയുള്ള ചിത്രങ്ങൾക്കും നല്ല അവാർഡ്സ് തന്നെ കിട്ടിയിരിക്കുന്നത്. ബോഗൻവില്ല, അമലേട്ടനാണെങ്കിലും ജോജി ചേച്ചി കിട്ടിയതൊക്കെ വളരെയധികം സന്തോഷം. ടോവിനോ, പിന്നെ ആസിഫ്, മമ്മൂക്ക, എല്ലാവർക്കും ഫെമിനിസ്റ്റ് മൂവിയിൽ അവരൊക്കെ എല്ലാവരും കിട്ടി വളരെയധികം സന്തോഷം. അപ്പോൾ അതിൽ വർക്ക് ചെയ്ത എല്ലാവരും ഒരു പ്രയത്നം തന്നെയാണ് ഇതിന് ഇത്രയധികം കിട്ടാനുള്ള അവാർഡ്സ് കിട്ടാനുള്ള കാരണം. പിന്നെ എൻ്റെ മികച്ച ഗായകനുള്ള സംസ്ഥാന അവാർഡ് സ്വന്തമാക്കിയതിലുള്ള അഭിമാനത്തിലാണ് KS ഹരിശങ്കർ. അമൃത TVയിൽ നിന്ന് ആദ്യം ലഭിച്ച അവാർഡ് തനിക്ക് എന്നും പ്രചോദനമായിരുന്നുവെന്നും ഹരിശങ്കർ പറഞ്ഞു. എന്നാൽ വിവാദങ്ങൾ അതിന്റെ വഴിക്ക് നടക്കുമെന്നും താൻ തന്റെ കലയുമായി മുന്നോട്ട് പോകുമെന്നും മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച സന്തോഷം ഉണ്ടെന്നും റാപ്പർ വേടൻ പ്രതികരിച്ചു. എൻ്റെ അച്ഛനാണ് എൻ്റെ പാട്ടിൽ എനിക്ക് ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. അച്ഛനിപ്പോൾ എന്നോടൊപ്പം ഇല്ല. പിന്നെ എന്നെ ഇപ്പോഴും പഠിപ്പിക്കുന്ന, ഞാൻ പല മ്യൂസിക് ഡയറക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം രണ്ട് പേരുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഞാൻ ഈ ഒരു മൊമെൻറ്റിൽ ഓർക്കുന്നു. കാരണം അറിവ് പകർന്നു തരുന്ന ആരും ഗുരുവാണ്. എനിക്ക് ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. അപ്പോൾ എല്ലാവരെയും ഞാൻ ഈ ഒരു വേളയിൽ സ്മരിക്കുന്നു. ഹാപ്പിയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റിനെ തേടി വരുന്ന ഒരു സംസ്ഥാന അവാർഡാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷം വേറെയാണ്. പിന്നെ നമ്മളൊരു പുതിയ ഒരാളാണല്ലോ ഈ ഒരു ഏരിയയിൽ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് ഇങ്ങനെ അവാർഡ് കിട്ടുക എന്ന് പറയുമ്പോൾ അത് പുതിയ ഒരു ന്യൂ കമ്മർ എന്നുള്ള നിലയ്ക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇത് നമ്മളതിനെ ജോലി ചെയ്യാൻ ഇനിയും ഊർജ്ജം തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ജോലികൾ പാട്ട് തുടർന്നുകൊണ്ടേയിരിക്കും. കേരളത്തിൽ SIR നാളെ മുതൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് വിവരം തേടി BLOമാർ നാളെ മുതൽ വീടുകളിലെത്തും. ഡിസംബർ 4 വരെയാണ് വിവരശേഖരണം നടക്കുക. ഈ ഘട്ടത്തിൽ രേഖകളൊന്നും നൽകേണ്ടതില്ല. ഡിസംബർ 9 പ്രാഥമിക വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. അന്തിമ പട്ടിക ഫെബ്രുവരി 7 പ്രസിദ്ധീകരിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിന് സമാന്തരമായുള്ള പട്ടിക പരിഷ്കരണം മാറ്റിവെക്കണമെന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം നിലനിൽക്കെയാണ് കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുന്നത്. രാജ്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർക്ക് എന്യൂമറേഷൻ ഫോറം കൈമാറിയാണ് SIRന് തുടക്കമിട്ടത്. കേരളപ്പിറവി ദിനത്തിൽ ആദ്യ എന്യൂമറേഷൻ ഫോറം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ U രത്തൻ ഖേൽക്കർ തിരുവനന്തപുരം കുറ്റിച്ചലിലെ പൊടിയം ഉന്നതിയിൽ നിന്നാണ് സ്വീകരിച്ചത്. അരുവിക്കരയിലെ BLO ശരണ്യയുടെ നേതൃത്വത്തിൽ ഉന്നതിയിലെ ജയയാണ് സംസ്ഥാനത്താദ്യമായി എന്യൂമറേഷൻ ഫോറം പൂരിപ്പിച്ചു നൽകിയത്. 2025 ഒക്ടോബർ 7 പട്ടികയിലുള്ള എല്ലാ വോട്ടർമാർക്കും BLO 2 എന്യൂമറേഷൻ ഫോറം നൽകും. അതിൽ ഒരെണ്ണം പൂരിപ്പിച്ച് നൽകുകയും ഒരെണ്ണം കയ്യിൽ സൂക്ഷിക്കുകയും വേണം. ഫോറം പൂരിപ്പിക്കുന്നതിനും ഓൺലൈനായി അപ്ലോഡ് ചെയ്യുന്നതിനും BLOമാർ സഹായിക്കും. കളർ ഫോട്ടോയുണ്ടെങ്കിൽ അതും ഉൾപ്പെടുത്താം. BLOയ്ക്കൊപ്പം രാഷ്ട്രീയ പാർട്ടികൾ ചുമതലപ്പെടുത്തുന്ന ബൂത്ത് ലെവൽ ഏജന്റ് വീടുകളിലെത്തും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എന്തായാലും നാളെ മുതൽ ഡിസംബർ 4 വരെ ഒരു മാസമാണ് വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുക. ഡിസംബർ 9 കരട് പട്ടിക പ്രസിദ്ധീകരിക്കും. കരട് പട്ടിക പ്രസിദ്ധീകരിച്ചാൽ പരാതികൾ അറിയിക്കാം. ശേഷം ഫെബ്രുവരി 7 അന്തിമ വോട്ടർ പട്ടിക വരും. ആ പട്ടികയുടെ അടിസ്ഥാനത്തിൽ കേരളം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. എന്തായാലും ചോദ്യങ്ങളും ആശങ്കകളും ഒക്കെ പലതാണ്. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ നാളെയും മറ്റന്നാളും പേര് ചേർക്കാൻ അവസരമുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. ഒക്ടോബർ 25 പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത അർഹരായവർക്ക് പട്ടികയിൽ പേര് ചേർക്കാനാണ് അവസരം. അനർഹരെ ഒഴിവാക്കുന്നതിനും നിലവിലുള്ള വിവരങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിനും സ്ഥാനമാറ്റം വരുത്തുന്നതിനും അപേക്ഷിക്കാം. പ്രവാസികൾക്കും പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിക്കാം.
തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് UDF. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള UDFന്റെ ജനകീയ വിചാരണ യാത്രയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. ജാഥ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരോടും കടക്ക് പുറത്തെന്ന് ആവർത്തിച്ചു പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനോട് കേരളത്തിലെ ജനങ്ങളും കടക്ക് പുറത്തെന്ന് പറയുന്ന കാലം വിദൂരമല്ലെന്ന് VD സതീശൻ. തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് സംസ്ഥാനം കടക്കുമ്പോൾ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും ആദ്യമിറങ്ങിയത് UDF ആണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായുള്ള ജനകീയ വിചാരണ യാത്ര പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. യാത്ര നവംബർ 12-ന് സമാപിക്കും. PM ശ്രീയിൽ AIYFന്റെയും AISFന്റെയും മുദ്രാവാക്യങ്ങൾ കേട്ടുതന്നെ തകർന്നിരിക്കുന്ന മന്ത്രി V ശിവൻകുട്ടിയോട് ശബരിനാഥനല്ല VD സതീശൻ മത്സരിച്ചാലും ജയിക്കില്ല എന്ന് പറഞ്ഞതിൽ പ്രതികരിക്കാനില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. ഇന്നലെ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു, ശബരിനാഥനല്ല VD സതീശൻ വന്ന് മത്സരിച്ചാലും UDF ജയിക്കൂല. ഞാൻ ആ പാവത്തിനോട് മറുപടി പറയില്ല. കാരണം ആ AIYFകാർ പറഞ്ഞ തെറി കേട്ടിട്ട് പുള്ളിയുടെ ബോധം പോയിരിക്കുക. നഗരത്തിലെ കുടിവെള്ള പ്രശ്നങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടിയ ജാഥ ക്യാപ്റ്റനായ K മുരളീധരൻ അയ്യപ്പന്റെ സ്വത്ത് കട്ടവർക്ക് ഇനിയും നഗരസഭയുടെ ഭരണമേൽപ്പിക്കരുതെന്നും ആവശ്യപ്പെട്ടു. ശബരിമലയിൽ സ്വർണം കെട്ടവർ, അയ്യപ്പന്റെ യോഗദണ്ഡും രുദ്രാക്ഷമാല പോലും സ്വർണം പൂശാൻ വേണ്ടി അടിച്ചു മാറ്റിയവർ, അവർക്ക് ഇനിയും കേരളത്തിന്റെയോ നഗരസഭയുടെയോ ഭരണമേൽപ്പിക്കാൻ പാടില്ല. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിഷയങ്ങൾ ഇടതുപക്ഷത്തിനെതിരെയുള്ള ആയുധമാക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. ജനകീയ വിചാരണ യാത്രയിലൂടെ ഇടതു ഭരണത്തിനെതിരെ ശക്തമായ പ്രചാരണം നടത്താനും ഐക്യജനാധിപത്യ മുന്നണിയുടെ നിലപാടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കുമെന്നാണ് UDF കരുതുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തലസ്ഥാനത്ത് കോർപ്പറേഷൻ പിടിക്കാൻ മുന്നണികൾ കളം നിറയുന്നു. ഒന്നാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക ആദ്യമേ പുറത്തുവിട്ട് KS ശബരിനാഥനിലൂടെ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ കച്ചമുറുക്കുകയാണ് കോൺഗ്രസ്. അതേസമയം CPM-ഉം BJP-യും 2 ദിവസത്തിനുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. BJP-യുടെ പ്രചാരണങ്ങൾക്ക് സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരിട്ടിറങ്ങും. CPM ആകട്ടെ പരിചയസമ്പന്നരെ സ്ഥാനാർത്ഥികളാക്കി ഭരണം നിലനിർത്താനാണ് നീക്കം നടത്തുന്നത്. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നു. അൺഫിലിറ്റ്, കേരളം കാത്തിരിക്കുകയാണ് എന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ളതിനായി. ഈ ആഴ്ച തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തലസ്ഥാനത്തേക്ക് വന്നാൽ തീപാറും പോരാട്ടം നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. 3 മുന്നണികളും സജീവമല്ലേ? അമ്പിളി, തീർച്ചയായും തദ്ദേശ തെരഞ്ഞെടുപ്പിനായി 3 മുന്നണികളും കളത്തിലിറങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. അതിന് ആദ്യമായി അംഗം കുറിക്കുന്നത് തലസ്ഥാനത്തെ കോർപ്പറേഷനിൽ നിന്ന് തന്നെയാണ്. കാരണം ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് 3 മുന്നണികൾക്കും ഇപ്പോൾ ഏറെക്കുറെ അതൊരു അഭിമാന പോരാട്ടമായി മാറിയിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് കോൺഗ്രസ് തന്നെയാണ്. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ സടകുടഞ്ഞ് എഴുന്നേൽക്കുകയായിരുന്നു കോൺഗ്രസ്. കാരണം കോൺഗ്രസ് ഇവിടെ മുൻ MLA ആയിരിക്കുന്ന യുവാക്കൾക്ക് ഏറെ സ്വാധീനമുള്ള KS ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടിയാണ് മത്സരരംഗത്തിറങ്ങുന്നത്. ആദ്യമേ തന്നെ ഒന്നാംഘട്ട പട്ടികയ്ക്ക് അവർ പുറത്തുവിട്ട് കഴിഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, ഇതിനകത്ത് ശബരിനാഥിനെ കളത്തിലിറക്കുന്നത് ഒരു യുവമുഖമാണെന്നതിനപ്പുറത്തേക്ക് നഗര വോട്ടുകൾ വലിയ രീതിയിൽ തന്നെ സ്വാധീനിക്കാൻ കഴിയും. ഒരു ഹൈടെക് നഗരമായി തലസ്ഥാനത്തെ മാറ്റുക എന്ന രീതിയിലൊരു പ്രചാരണമൊക്കെ മുന്നിൽ നിർത്തിയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത്. അതിനപ്പുറത്തേക്ക് BJP-യുടെ വോട്ടുകൾ, BJP ഈ 2 തവണയും BJP കൈക്കലാക്കിയിരിക്കുന്നത് കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടുകളാണ്. ഇതൊക്കെ തന്നെയും ആ BJP കേന്ദ്രങ്ങളിൽ നിന്ന് ഈ വോട്ടുകൾ സ്വാധീനിച്ച് തിരിച്ച് കോൺഗ്രസിന്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുമെന്നൊരു കണക്കുകൂട്ടലൊക്കെയുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ BJP ഉണ്ടായിരിക്കുന്ന ഈ കൗൺസിലറുടെ ആത്മഹത്യയും അതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഈ ആരോപണങ്ങളൊക്കെ തന്നെയും ഇവിടെ തങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുമെന്നാണ് കോൺഗ്രസിന്റെ ഒരു കണക്കുകൂട്ടൽ. പ്രധാനമായും യുവാക്കളെ, പരിചയസമ്പന്നരും ഈ സ്വാധീന ശേഷിയുമുള്ള അതോടൊപ്പം തന്നെ ജനകീയരായ മുഖങ്ങളെയൊക്കെ രംഗത്തിറക്കി കളം പിടിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. മറുഭാഗത്ത് BJP-യും ചെറിയ കണക്കൂട്ടലൊന്നുമല്ല. അവർ ഈ ഏറ്റവും പ്രഗത്ഭരെയൊന്നും രംഗത്തിറക്കുന്നില്ല എങ്കിൽ പോലും, അതായത് ഈ ജില്ലയിൽ തന്നെയുള്ള സംസ്ഥാന നേതാക്കൾ, ഇപ്പോൾ S സുരേഷ് അല്ലെങ്കിൽ അതുപോലുള്ള നേതാക്കളൊന്നും തന്നെ ഈ മത്സര രംഗത്തുണ്ടാകുന്നില്ല. ഇപ്പോൾ നടൻ G കൃഷ്ണകുമാർ ഒന്നും തന്നെ ഈ മത്സര രംഗത്തുണ്ടാവുകയില്ല. ഇവരൊക്കെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. അതേസമയം VV രാജേഷ്, ഒപ്പം തന്നെ DGP ആയിരുന്ന R ശ്രീലേഖ IPS, ആശാനാഥ്, ഇവരെ പോലുള്ള പ്രമുഖരെയൊക്കെ കളത്തിലിറക്കി ഇവരെ മുൻനിർത്തി ഈ തെരഞ്ഞെടുപ്പിനെ കോർപ്പറേഷൻ പിടിക്കുക ആ ലക്ഷ്യമാണ് BJP മുന്നിൽ കാണുന്നത്. മാത്രമല്ല, ഈ 35 സീറ്റായിരുന്നു കഴിഞ്ഞ തവണ. അത് വലിയ രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. കോൺഗ്രസ് ഒന്നും വലിയ രീതിയിൽ ഭീഷണിയല്ല എന്ന രീതിയിലാണ് BJP മുന്നോട്ട് പോകുന്നത്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തീപാറും പോരാട്ടം കാണാം. 3 മുന്നണികളും ഒരുങ്ങിക്കഴിഞ്ഞു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അൺഫിലിറ്റ് ഡിസൂസ.
നിരവധി പുരസ്കാരങ്ങൾ നേടി ശ്രദ്ധയാർജിച്ച ഒരു പഞ്ചായത്തുണ്ട് തൃശ്ശൂരിൽ. അരിമ്പൂർ പഞ്ചായത്ത്. വികസന നേട്ടങ്ങളുടെ കഥയാണ് പഞ്ചായത്തിന് പറയാനുള്ളത്. എന്നാൽ പോരായ്മകൾ ഓരോന്നായി ചൂണ്ടിക്കാണിക്കുകയാണ് പ്രതിപക്ഷം. ജനങ്ങൾ കാത്തിരിക്കുകയാണ് ആരെടുക്കും അരിമ്പൂർ എന്നറിയാൻ. സംസ്ഥാനത്തെ ആദ്യത്തെ വയോജന സൗഹൃദ പഞ്ചായത്ത്, സംസ്ഥാനത്തെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്ത്, സംസ്ഥാനത്തെ ഏറ്റവും മികച്ച അംഗനവാടിക്കുള്ള അവാർഡ് ലഭിച്ച പഞ്ചായത്ത്, ഏറ്റവും മികച്ച ടീച്ചർക്കുള്ള അവാർഡ് ലഭിച്ച പഞ്ചായത്ത്, സ്വന്തമായി 55 കിലോവാട്ട് സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചായത്ത്. തീരുന്നില്ല അരിമ്പൂർ പഞ്ചായത്തിലെ നേട്ടങ്ങൾ. 5 വർഷം തികയ്ക്കാൻ പോകുന്ന CPM ഭരണസമിതിക്ക് പറയാൻ വികസന നേട്ടങ്ങൾ ഏറെയാണ്. അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സമസ്ത മേഖലയിലും ഈ ഭരണസമിതിക്ക് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അത് ഒരു പരിധിവരെ നമുക്ക് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ AC ആക്കി ശീതീകരിച്ച് കമ്മ്യൂണിറ്റി ഹാളാക്കി. വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഈ ഭരണസമിതി വളരെയധികം സന്തോഷത്തിലാണ്. കൃത്യതയോടെയുള്ള ഫണ്ട് വിനിയോഗമാണ് പഞ്ചായത്തിന്റെ നേട്ടങ്ങൾക്ക് പിന്നിൽ. കമ്മ്യൂണിറ്റി ഹാൾ വികസനവും അംഗൻവാടി വികസനവും സോളാർ വൈദ്യുതി ഉൽപാദനവും കുടിവെള്ള പരിഹാരവുമെല്ലാം ഭരണസമിതിയെ ജനപ്രിയമാക്കി മാറ്റിയെന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറയുന്നു. കഴിഞ്ഞ കാലത്തെ ഒരു 3 ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ചെലവഴിച്ച ഫണ്ട് ഞങ്ങൾക്ക് ഈ ഭരണസമിതിയുടെ കാലഘട്ടം കൊണ്ട് ചെലവഴിക്കാൻ കഴിഞ്ഞു. അത് MLA ഫണ്ട് ആയിക്കോട്ടെ, സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റ്, അതുപോലെ തന്നെ സ്പെഷ്യൽ ഫണ്ടുകളായിക്കോട്ടെ, ഗ്രാമപഞ്ചായത്തിൻ്റെ, ജില്ലാ പഞ്ചായത്തിൻ്റെ അടക്കം ഏറ്റവും നന്നായിട്ട് ഫണ്ടുകൾ വിനിയോഗിക്കാൻ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. സംസ്ഥാനത്തെ ആദ്യത്തെ വയോജന സൗഹൃദ പഞ്ചായത്ത്, സംസ്ഥാനത്തെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്ത്, 55 കിലോവാട്ട് സോളാർ വർക്ക് ചെയ്യുന്ന ഒരു പഞ്ചായത്താണ് അരിമ്പൂര്. അതേസമയം പ്രഖ്യാപനങ്ങളും ആഘോഷങ്ങളും ആഡംബരങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ നിന്നും പിന്മാറിക്കൊണ്ടാണ് പഞ്ചായത്തിന്റെ പ്രവർത്തനമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. 5 വർഷത്തെ ഭരണമെടുത്തുവെന്നും ഭരണമാറ്റം ഉണ്ടാകുമെന്നും കോൺഗ്രസ് പറയുന്നു. അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ തരിശുരഹിത പഞ്ചായത്താണ്. ഈ തരിശുരഹിത പഞ്ചായത്തിലും ഇന്നും ഏക്കർ കണക്കിന് ഭൂമി തരിശായി കിടക്കുക. അത് ജനങ്ങൾ തയ്യാറാണ്. ജലസേചന സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ ഇത് ഇറക്കാത്തത്. ഇതുപോലെ തന്നെയാണ് വയോസേവന അവാർഡ് ലഭിച്ച പഞ്ചായത്താണ്. വയോജനങ്ങൾക്ക് പഞ്ചായത്തിൻ്റെതായ ഏത് ബന്ധപ്പെട്ട ഓഫീസുകളിലും ഒരു പ്രയോറിറ്റി കൊടുക്കുന്നില്ല. ഇതുപോലെ തന്നെയാണ് K-സ്മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി കഴിഞ്ഞ ഏപ്രിൽ 1-ാം തീയതി ഇവിടെ നടപ്പിലാക്കി. ഇവിടെ ഫ്രണ്ട് ഓഫീസ് സംവിധാനം വന്നപ്പോൾ തീർത്തും സൗജന്യമായിരുന്ന ആ ഫ്രണ്ട് ഓഫീസ് സംവിധാനം K-സ്മാർട്ട് എന്ന് പറഞ്ഞ ഹെൽപ്പ് ഡെസ്ക് വഴിക്ക് ഇന്നും ജനങ്ങൾക്ക് ഒരു അപേക്ഷ കൊടുക്കാൻ സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും വരുത്തിയിട്ടുള്ള ഒരു ഇതാണ്. അരിമ്പൂരിൽ അഴിമതി ഭരണമാണെന്നാണ് BJPയുടെ പക്ഷം. പണി പൂർത്തീകരിക്കാത്ത റോഡുകളും MP ഫണ്ട് വിനിയോഗിക്കാത്തതുമൊക്കെയാണ് BJP ചൂണ്ടിക്കാണിക്കുന്നത്. അത്രമേൽ അഴിമതിയാണ്, നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയില്ല. ഏറിയ റോഡുകളെല്ലാം തകർന്ന അവസ്ഥയിലാണ്. കേന്ദ്ര സർക്കാർ പദ്ധതി ലഭ്യമായ റോഡ് പോലും 2 വർഷമായിട്ടും പണി തുടങ്ങിയിട്ടില്ലാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. കേന്ദ്രമന്ത്രി അദ്ദേഹത്തിൻ്റെ വികസന ഫണ്ടിൽ നിന്ന് 1 രൂപ പോലും ചെലവഴിക്കാൻ ഇവിടുത്തെ പഞ്ചായത്ത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള പ്രോജക്റ്റ് കൊടുക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിലും പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളും നേട്ടങ്ങളും എടുത്തു പറയേണ്ടത് തന്നെയാണ്. പഞ്ചായത്ത് വീണ്ടും ഒരു നാട്ടുവോട്ടിനൊരുങ്ങുമ്പോൾ പ്രതീക്ഷയിലാണ് 3 മുന്നണികളും. CPMന് വേരുറപ്പുള്ള മണ്ണ് തന്നെയാണ് അരിമ്പൂര്. പക്ഷേ തിരഞ്ഞെടുപ്പാണ്. പ്രവചനാതീതമായ മാറ്റങ്ങളുണ്ടാകാം. ആ മാറ്റങ്ങളാണ് പ്രതിപക്ഷ കക്ഷികളുടെ ലക്ഷ്യം. തൃശ്ശൂരിൽ നിന്നും A അനുരാഗിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്.